നമ്മളെങ്ങോട്ടാ പോണ്ടത്? തിരൂരിലേക്ക്, തിരൂര് ടൗണിലേക്ക്. ടൗണിലേക്ക് എന്തിനാ പോകുന്നത്? പർച്ചേസിംഗ്. എന്താ പർച്ചേസിംഗ്? വാച്ച് എടുക്കാൻ വേണ്ടി പോവാണ്. വാച്ച് എടുക്കാനൊക്കെ അറിയോ? പിന്നെ വാച്ചിന്റെ എല്ലാം അറിയാം. വാച്ച് എടുക്കാൻ എവിടൊക്കെ പോവാറുണ്ട്? ബോംബെ, ബാംഗ്ലൂർ, ചെന്നൈ. പിന്നെ ഒരു സ്ഥലം കൂടെ ഉണ്ടല്ലോ ബാക്കി, മറന്നുപോയോ? ഡൽഹി. അസിയെ, എനിക്ക് കാർ ഓടിക്കണം. ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഒക്കെ ഉണ്ട്. ലൈസൻസ് എടുത്തതിന്റെ ശേഷം ഫസ്റ്റ് കാർ എവിടെ കൊണ്ടിട്ട്? കൊണ്ടിട്ടില്ല. പോർച്ച് കൊണ്ടിട്ടില്ല. വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടിട്ട അവസ്ഥ ഞാൻ ചോദിച്ചു. പിന്നെ അതിന്റെ ശേഷം വണ്ടി എടുത്തിട്ടില്ലല്ലോ. വീട്ടിന്റെ ഉള്ളിലൊന്നല്ല, പോർച്ചില്. ഇപ്പൊ എത്ര വർഷമായി വണ്ടി ഓടിച്ചിട്ട്? കൊറേ വർഷമായില്ലേ? കറക്റ്റ് ഒന്നും പറയാം. ഇതൊക്കെ നോക്കണ്ടേ, ശ്രദ്ധിക്കണ്ടേ അമ്മാനെ? ഇത് എന്തൊരു മനുഷ്യനാണ്. പിന്നെ എന്താ രാവിലെ കഴിച്ച്? പത്തിരി ചപ്പാത്തി. നൈസ് പത്തിരി, കോഴിക്കറി. നൈസ് പത്തിരി, ചപ്പാത്തി, കോഴിക്കറി. അപ്പൊ കോഴിന്റെ അവസ്ഥ ഭയങ്കര മോശമായിരിക്കല്ലോ, ചപ്പാത്തി നൈസ് പത്തിരിയും കൂടെ ഒക്കെ കഴിക്കുമ്പോ. പത്തിരി കഴിച്ചു, ചപ്പാത്തി കഴിച്ചു. ഒരുപാട് പേർക്ക് അറിയാം തിരൂര് ഗൾഫ് മാർക്കറ്റ്. പക്ഷെ എന്നാലും നിങ്ങളൊരു ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ ഒരാഗ്രഹം കൊണ്ട് ഉൾപ്പെടുത്തിയതാണ്. ഇതാ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് എടുത്താൽ മതി. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് എടുത്താൽ കുറച്ച് മുന്നോട്ട് പോയാൽ അതായത് പച്ചക്കറി മീൻ മാർക്കറ്റ്, അതിലെയാണ് തിരൂർ മാർക്കറ്റിലേക്ക് കിടക്കാൻ എളുപ്പ വഴി. അതായത് നമ്മുടെ താനൂർ ഭാഗത്തു നിന്ന് വരുന്നവർ. ലെഫ്റ്റ് സൈഡ് കാണുന്നത് റെയിൽവേ പാർക്കിംഗ് ആണ്. ആ പാർക്കിങ്ങിൽ ചിലപ്പോൾ തിരക്കുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടുന്നുള്ള പ്രതീക്ഷയിലായിട്ട് പോയത്. പക്ഷെ അവിടെ കണ്ടോ, അവിടെ പാർക്കിംഗ് ഫുള്ളാണ്. അങ്ങനെ വീണ്ടും വേറെ വഴിക്ക് എടുത്ത് പോയിട്ട് ഇതാണ് കാണുന്ന ഗൾഫ് മാർക്കറ്റ്. ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ വ്ളോഗിലൂടെ ഒന്ന് കാണിക്കുക ഒരാഗ്രഹം, അത്രേ ഉള്ളൂ. അപ്പോൾ പർച്ചേസിങ്ങിനിടയ്ക്ക് ഇവിടെ തന്നെ വരാറുണ്ട്. കാരണം വൈഫ് ഹൗസ് തിരൂരായതുകൊണ്ട്. ഇതാണ് ഗൾഫ് മാർക്കറ്റ്, വീണ്ടും വരിക എന്നൊക്കെ പറയും. പിന്നെ അതിൻ്റെ മാർക്കറ്റിലെ ഒരു ബിൽഡിങ്ങിൻ്റെ അടിയിൽ അണ്ടർ പാർക്കിംഗ് ഉണ്ട്, 20 രൂപ ചാർജ്. നിങ്ങൾക്ക് പാർക്കിംഗ് സ്പേസ് കിട്ടി. ഞങ്ങൾ വാച്ച് എടുക്കുന്ന ആ ഷോപ്പിലേക്ക് കയറാൻ പോവാണ്. ആൾ മുന്നിൽ നടക്കുന്നുണ്ട്. ആൾക്ക് വഴിയൊക്കെ അറിയാം. എന്നാലും പക്ഷെ ഞാൻ വന്നതിന് ശേഷം അയാൾ കയറുള്ളൂ. കുറച്ചുകൂടെ മുന്നിൽ മേലെയാണ് കാണുന്നത് ഈ വാച്ച് ഷോപ്പ്. ഇവിടുന്ന് എല്ലാവർക്കും അറിയുന്നു. നമുക്ക് ഇന്നലെ വാച്ച് ഷോപ്പിലൊന്ന് കയറി നോക്കാം. ഇതാണ് തിരൂര് ഹോൾസെയിൽ ഷോപ്പ്. ഹലോ, വാച്ച് എടുക്കാനൊക്കെ അറിയോ? ഹലോ, അറിയാം. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? മലയാളം അറിയില്ല, ചേട്ടൻ പാവാണ്. ശരിയാ. രണ്ട് കുണ്ടോട്ടി 2 പേർക്ക് കേട്ടോ. എത്ര ടിക്കറ്റ്? അത് കാണിക്കണം. ടിക്കറ്റ് ഒന്നുമില്ല, ഫ്രീയാ. നമ്മളെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ്. ബൈ, എന്തൊക്കെയുണ്ട് വിശേഷം? കരയണ്ട, എഴുതിക്കോ, തെറ്റിപ്പോകണ്ട. ശ്രദ്ധിക്ക്. അതാ ബായിക്കൊരു ചടപ്പ് വന്നു. ഇത് എടുത്തതാ. ഇതൊക്കെ ബായിൻ്റെ അനിയന്മാരാട്ടോ. അനിയന് പിന്നെ പെങ്ങളെ കുട്ടികൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ബിസിനസ്സൊക്കെ ചെയ്ത് അടിപൊളി രാജസ്ഥാനികളാണ്. ഇതൊക്കെ അറിയോ? എന്താണ് അവസ്ഥ? ആരെ കൂട്ടിയിട്ട് കുറേ എണ്ണം വാങ്ങിയിട്ട് കാര്യമില്ല. അമ്പാനെ ശ്രദ്ധിക്ക്.
ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ലേഡീസ് വാച്ചാണ് കൂടുതലായിട്ട്. അതുപോലെ ഈ കുറേ കമ്പനി വാച്ചുകളുണ്ട്. പിന്നെ കുറഞ്ഞ ടൈപ്പ് ഉണ്ട്, ഗ്ലാസ്. പിന്നെ ലേഡീസിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ കിട്ടും. ഹോൾസെയിൽ മാത്രമാണ് ഇവിടെ, റീറ്റെയിൽ കൊടുക്കില്ല. പിന്നെ ഇതൊക്കെയാണ് പുതിയ പുതിയ മോഡൽ കാണുന്നതാണ്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതാ വാച്ച് പലതരം വാച്ചുകളുണ്ട്, പല കമ്പനി വാച്ചുകളുണ്ട്. സാധാരണക്കാർ കെട്ടാൻ പറ്റിയ വാച്ചുകളൊക്കെ ഉണ്ട്. കടയിൽ അത്യാവശ്യം തിരക്കുണ്ട്, ഹോൾസെയിൽ ഷോപ്പാണ്. പിന്നെ ഇതാ ഒരു ചായ കിട്ടി കുറേ ടൈമിൻ്റെ ശേഷം. പിന്നെ ഒരു നല്ലൊരു മൈക്ക് വാങ്ങണം, നല്ല ബ്ലോഗർ മൈക്ക്. നമ്മൾ യൂട്യൂബർ അല്ലേ, അപ്പോൾ ഇവിടെ ഇങ്ങനെ കുത്തിട്ട് ഇങ്ങനെ സംസാരിച്ച് കിട്ടുന്ന സാധനം. ശരി, നോക്കട്ടെ. നമ്മള് എന്താ അടുത്ത പരിപാടി? മൈക്ക് വാങ്ങണം. മൈക്ക് എങ്ങനത്തെ മൈക്കാണ്? ഇവിടെ ഇങ്ങനെ കുത്തുന്നതാണോ, അല്ലെങ്കിൽ ഈ ചില ബ്ലോഗർമാരെ മറ്റേ എന്താ പറയാ, ഈ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന കൈൽമേൽ വെച്ചിട്ട് ബ്ലോഗ് ചെയ്യുന്ന ടീമുണ്ട്. അത് വേണ്ട, നമുക്ക് ഇവിടെ ഇങ്ങനെ കുത്തുന്ന സാധനം മാത്രം പോരെ? അത് മാത്രം മൈക്ക് എനിക്കും വേണ്ടേ? വേണം. ഓട്ടോറിക്ഷ ഒക്കെ വരുന്നുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുപോയാലോ, ഒന്നും ചെയ്യാനില്ല. ശരി, എന്നാ എനിക്കും വാങ്ങണേ. അപ്പൊ ഇനി നമുക്ക് മൈക്ക് വാങ്ങുന്നു. വ്ളോഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൈക്ക് അന്വേഷിച്ച് ഞങ്ങൾ തിരൂര് ഒരുപാട് ഷോപ്പിൽ അന്വേഷിച്ച്. ചില മൈക്ക് ടെസ്റ്റ് ചെയ്തു, പക്ഷേ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഇതാ വേറൊരു നിയോ പൗച്ചസ് എന്ന് പറഞ്ഞ അവരെ ഷോപ്പിൽ കയറി കയറാൻ പോകുന്നു. ഇത് തിരൂരിലുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പാണ്. ഇവിടെ അന്വേഷിച്ചതാണ്. ഞങ്ങളിപ്പോൾ ഇതാ മൈക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ അതൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. എന്താണെന്നറിയില്ല. ഇങ്ങനെ 2-3 പ്രാവശ്യം ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അസിയും ചെക്ക് ചെയ്ത് നോക്കി, അവള് കുറച്ച് നല്ലോണം ട്രൈ ചെയ്ത് നോക്കില്ല, പക്ഷെ ക്ലാരിറ്റി ഇല്ല. ദൂരത്തു നിന്ന് കുറേ ട്രൈ ചെയ്ത് നോക്കി, മൂലയിൽ പോയി നോക്കി. തിരൂർ ടൗണിൽ നിന്ന് എവിടെയും കിട്ടാത്തത് കൊണ്ട് ഓൺലൈനിൽ നോക്കിയപ്പോൾ നല്ലൊരു മൈക്ക് കണ്ട്, നല്ല റിവ്യൂ ഒക്കെ ഉണ്ട്. മൂസ് മോബ് എന്ന് പറഞ്ഞൊരു മൈക്കാണ്. അത് കമ്പനി നല്ലതാണെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം റിവ്യൂ ഒക്കെ കാണുന്നുണ്ട്, അത്യാവശ്യം റേറ്റും ഉണ്ട്. പക്ഷേ ലോക്കൽ ടൈപ്പ് എല്ലാം തോന്നണേ. ഞങ്ങൾ ഉപയോഗിച്ചിട്ട് പറയാം. ഓക്കെ, ബൈ.